ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണ്. നമ്മൾ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് ഭാഗവും നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ. ദാറ്റ് ഈസ് പവർ. വാട്ട് യു മീൻ ബൈ എ പവർ? എന്താണ് പവർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ സീരീസ് സർക്യൂട്ട് പറഞ്ഞു, അതുപോലെ തന്നെ പാരലൽ സർക്യൂട്ട് പറഞ്ഞു, ഈക്വലന്റ് റെസിസ്റ്റർ, ഈക്വലന്റ് സർക്യൂട്ട്സ് ഒക്കെ നമ്മൾ എഴുതി, നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പവർ. വാട്ട് ഈസ് പവർ? എന്താണ് പവർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ എ പവർ? ഓക്കെ, പവർ ഇസ് ആക്ച്വലി നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തു, എത്രത്തോളം പവർഫുൾ ആണ്, എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും, അതിന്റെ റേറ്റിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ power is a rate of work done. Power is a rate of work done. In this case, we can be thought of as a amount of energy dissipated in a form of heat when an electric current is പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി നമുക്ക് ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അതിന് നമ്മൾ എന്തു പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഇൻ ഓൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഹീറ്റ് ഡിസിപ്പേഷൻ occur. This heat dissipation is called power loss. അപ്പൊ നോക്കുക, എല്ലാ അപ്ലയൻസസിലും ജസ്റ്റ് എക്സാമ്പിൾ ട്യൂബ്, നമ്മുടെ ഫിലമെന്റ് ബൾബിലൊക്കെ ഭയങ്കര ഹീറ്റ് ലോസ് ഉണ്ട്. അപ്പോ നല്ല പവർ ഉണ്ടാവുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് ഹീറ്റ് ലോസ് ആയിട്ട് മാറാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന എനർജി ലൈറ്റ് എനർജി മാത്രമല്ല, ഹീറ്റ് എനർജി ആയിട്ടും മാറാറുണ്ട്. നമുക്ക് അവിടെ ഹീറ്റിന്റെ ആവശ്യമില്ല. സോ ഹീറ്റ് ആയിട്ടും എന്തായിട്ട് പോവാറുണ്ട്? പവർ നഷ്ടപ്പെടാറുണ്ട്. സോ ദാറ്റ് ഇസ് എ പവർ ലോസ്. അതിനെ നമ്മൾ പവർ ലോസ് അല്ലെങ്കിൽ ഓമിക് എന്ന് പറയാറുണ്ട്, ഓമിക് ലോസ് എന്നും പറയാറുണ്ട്. ബിക്കോസ് ദീസ് ലോസ് ആർ ഡ്യൂ ടു റെസിസ്റ്റൻസ് ഓഫേർഡ് ഇൻ എ കണ്ടക്ടർ. ആ കണ്ടക്ടറിൽ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ഹീറ്റ് വരുന്നത്. ബിക്കോസ് നമ്മളെ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത എന്താ? കറണ്ടിനെ ഇങ്ങനെ തടഞ്ഞു വെക്കുക അല്ലെ. അപ്പൊ നല്ല റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് കറണ്ടിനെ ഇങ്ങനെ തടയും. അപ്പൊ റെസിസ്റ്റൻസ് നന്നായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ നന്നായിട്ട് നമ്മളിങ്ങനെ തടയുമ്പോൾ, നമ്മൾ ഒരസുമ്പോ അല്ലെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹീറ്റ് ഉണ്ടാവുക അല്ലെ. അപ്പൊ നന്നായിട്ട് കറണ്ടിന്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ അതിനെ തടയുമ്പോഴാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുക. അപ്പോ ഹീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ആ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് ആണ് ഇതിനുള്ള കാരണം. ഹീറ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അതിനുള്ള റെസിസ്റ്റൻസ് ആണ്, ആ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് ആണ്. സോ വാട്ട് ഇസ് ആക്ച്വലി പവർ? പവർ എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ബൾബ് എത്രത്തോളം പ്രകാശിപ്പിക്കാൻ പറ്റും. ഇത്ര എമൗണ്ട് ഓഫ് കറണ്ട് കൊടുക്കുകയാണെങ്കിൽ, ഇത്ര ഒരു 12 വോൾട്ട് അല്ലെങ്കിൽ എനിത്തിങ് ഒരു 5 ആംപിയർ കറണ്ട്, എനിത്തിങ് കറണ്ട് കൊടുക്കുകയാണെങ്കിൽ, ഇത്ര വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ എത്ര പവർ, എത്ര പുറത്തേക്ക് എത്ര നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം പ്രകാശം നൽകാൻ പറ്റും. അതിനെയാണ് ആ സർക്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റിന്റെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ പവർ ആൻഡ് പവർ ഇസ് എ റേറ്റ് ഓഫ് വർക്ക് ഡൺ എന്നുള്ള കാര്യം മനസ്സിൽ ഓർത്ത് വെക്കുക. പവർ ലോസ് ഉണ്ടാവാനുള്ള കാരണം, പവർ ലോസ് നമുക്ക് പല തരത്തിലുണ്ടാകും. ഹീറ്റിന്റെ തരത്തിൽ നമുക്ക് ബൾബുകളിൽ ഉണ്ടാകാറുണ്ട്. ഹീറ്റ് വരാനുള്ള കാരണം, ഹീറ്റ് എനർജി ആയിട്ട് ഈ പവർ നഷ്ടപ്പെടാനുള്ള കാരണം നമ്മുടെ സർക്യൂട്ട്സിൽ റെസിസ്റ്റൻസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ദിസ് ഇസ് എ പവർ. സോ പവർ നമുക്ക് എങ്ങനെ പഠിക്കാം, എങ്ങനെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാം? വാട്ട് ഇസ് പവർ? പവർ നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് വർക്ക് ഡൺ, ദാറ്റ് ഈസ് വർക്ക് ബൈ ടൈം. ഓക്കെ, ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വർക്ക് ആണ്. ഓക്കെ, അപ്പൊ പി ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വർക്ക് ബൈ ടൈം. എത്ര വർക്ക് എത്ര സമയത്തിനുള്ളിൽ തീർത്തു, അതാണ് പവർ. ഓക്കെ, കുറെ സമയം കുറെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പവർ ആണെന്ന് പറയും അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് മാത്രമേ പവർ ഉള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താ? കുറച്ച് സമയം കൊണ്ട് നമ്മൾ കുറച്ച് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പവറേ ഉള്ളൂ. ഐ മീൻ വർക്ക് ഡൺ ബൈ, നമ്മൾ എത്ര സമയത്തിനുള്ളിൽ എത്രത്തോളം വർക്ക് ചെയ്തു, അതിന് നമ്മൾ എന്ത് പറയുന്നു? പവർ. ഓക്കെ, സോ പവർ ഇസ് ഈക്വൽ ടു I into V. നമ്മൾ പവറിന് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഇക്വേഷൻ ആണ് ബൈ യൂസിങ് ഓംസ് ലോ V is equal to I. നമുക്ക് കോമൺ ആയിട്ട്
പവറിന്റെ ഇക്വേഷൻ ആണ് മക്കളെ. P is equal to I into V. P is equal to I into V. By Ohm's law പ്രകാരം പവർ എന്ന് പറയുന്നത് കറന്റ് ഇൻറ്റു വോൾട്ടേജ് ആണ്. P is equal to കറന്റ് ഇൻറ്റു വോൾട്ടേജ്. P is equal to കറന്റ് ഇൻറ്റു വോൾട്ടേജ് ആണ്. സോ ഈ പവറിന് നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. വി ഹാവ് another 3 ഇക്വേഷൻസ്. നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. This is the first equation. This is the first one. This is the first equation. And the second equation by using Ohm's law. Ohm's law ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. That is നമുക്കറിയാം V is equal to IR. V എന്ന് പറയുന്ന IR ആണെന്ന് നമുക്കറിയാലോ. നോക്കുക, നമുക്കറിയാം P is equal to IV. എന്നാൽ V എന്ന് പറയുന്നത് എന്താണ്? I into R ആണ്. Vക്ക് പകരം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? I into R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. That is I into IR. I into R. I into R എന്ന് പറഞ്ഞാൽ എന്താ? I square R. I square R. നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി. P is equal to I square R. P is equal to I square R. P is equal to IV കിട്ടി. P is equal to I square R കിട്ടി. Then and we have another equation. P is equal to see V square R നമുക്ക് കിട്ടി. Next we have an equation P is equal to I square R നമുക്ക് ഓൾറെഡി കിട്ടി. Next is P is equal to V by R. Iക്ക് പകരം നമ്മൾ V by R കൊടുക്കുന്നു. I എന്ന് പറഞ്ഞ Iക്ക് പകരം എന്ത് കൊടുക്കുന്നു? V by R കൊടുക്കുന്നു. P is equal to ഞാൻ എഴുതി തരാം. P is equal to I into V. ആണല്ലോ. ഓംസ് ലോ പ്രകാരം ബൈ ഓംസ് ലോ I എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? V by R ആണ് അല്ലെ. ബൈ ഓംസ് ലോ I is equal to V by R. അപ്പൊ എനിക്ക് ഈ V by R അവിടെ എഴുതിക്കൂടെ? സോ V by R into V. Okay, so that is equal to V square by R. So P is another equation. P is equal to V square by R. നിങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിച്ച് തല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജൂൾസ് ലോ പഠിച്ചിരുന്നു അല്ലെ? പഠിച്ചിട്ടുണ്ടല്ലോ. ഹീറ്റ് ജനറേറ്റഡ് അല്ലെ? H is equal to I square RT. H is equal to V square by R into T. H is equal to VIT. പഠിച്ചിരുന്നു. സോ അത് തന്നെയാണ് ഇവിടെ. ഒരു T ക്യാൻസൽ ചെയ്താൽ പവറിന്റെ ഇക്വേഷനായി. എന്താണ്? T ക്യാൻസൽ ചെയ്താൽ പവറിന്റെ ഇക്വേഷനായി. ദാറ്റ് ഈസ് P എന്ന് പറയുന്നത് H by T ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെക്കാം. പവർ ഇസ് ഈക്വൽ ടു, ഒന്ന് ശ്രദ്ധിക്കുക, പവർ ഇസ് ഈക്വൽ ടു ഹീറ്റ് ഡിവൈഡഡ് ബൈ ടി. ഈ ഹീറ്റ് എന്ന് പറയുന്നതും വർക്ക് എന്ന് പറയുന്നതും എനർജി എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, അപ്പൊ വർക്ക് ബൈ ടൈം ആണ് എന്ത്? പവർ എന്ന് പറയുന്നത് അല്ലെ. ഇതേ വർക്ക് തന്നെയാണ് അവിടെ ഹീറ്റ് ആയിട്ടുള്ളത്. സോ P is equal to H by T. ഹീറ്റ് ബൈ ടി. നമ്മുടെ ജൂൾസ് ലോയില് ടി ഒന്ന് ക്യാൻസൽ ചെയ്ത്, അതുകൊണ്ടാണ് ടി വന്നിരിക്കുന്നത്. ജൂൾസ് ലോയിലുള്ള ടിയും ഈ ടിയും ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് ഈ 3 ഇക്വേഷൻസ് വരുന്നത്. അപ്പൊ ജൂൾസ് ലോ പഠിച്ചവർക്ക് പവറിന്റെ 3 ഇക്വേഷൻ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ടി ക്യാൻസൽ ചെയ്താൽ ആ ഇക്വേഷൻ ആയി. നോക്കാം, നമുക്ക് ആ 3 ഇക്വേഷൻ നോക്കാം. P is equal to H by T ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. P is equal to H by T ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3 ഇക്വേഷൻസും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നോക്കുക, P is equal to I square R. നമ്മുടെ Hന്റെ ഇക്വേഷൻ എന്തായിരുന്നു? H is equal to I square R T. T ഇല്ല. P is equal to V square by R. Hന്റെ കേസിൽ എന്തായിരുന്നു? H is equal to V square by R into T.
T ഇല്ല എന്ന് മാത്രം. നെക്സ്റ്റ് P is equal to VI, H is equal to VIT, T ഇല്ല. നോക്കുക, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. P is equal to H by T. 3 ഇക്വേഷൻസ് കിട്ടി. നമ്മുടെ ജൂൾസ് ലോ പഠിച്ചവർക്ക് പവറിന്റെ 3 ഇക്വേഷൻസ് അപ്പോൾ തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റേറ്റ് ഓഫ് വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. സോ ദാറ്റ് ഇസ് ഹീറ്റ്. നമുക്ക് എന്താണ് H by T എന്ന രീതിയിലും നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ പവർ എന്താണെന്ന് മനസ്സിലായല്ലോ. where P is power, V is voltage applied, then R is the resistance of the material. നമ്മുടെ ഏത് മെറ്റീരിയൽ ആണോ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണ്. I is the current supplied. ഓക്കെ, സോ ഇത്രയും ഇക്വേഷൻസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് 3 ഇക്വേഷൻസ്? P is equal to I square R, P is equal to V square by R, then P is equal to VI. 3 ഇക്വേഷൻസും പഠിക്കുക. നമുക്ക് പ്രോബ്ലംസ് ഏതാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പ്രോബ്ലംസ്, കുറച്ച് പ്രോബ്ലംസിലേക്ക് നമുക്ക് കടക്കാം. സോ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോബ്ലം. എന്താണ് പ്രോബ്ലം നമുക്ക് നോക്കാം. Find the power dissipated in a conductor with a 10-volt potential difference and a current of 5 ampere. നമ്മളെ ചോദ്യം എന്താണ്? പവർ കണ്ടുപിടിക്കാനാണ് അല്ലെ. അത് ആദ്യം എഴുതി വെക്കുക. പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഗിവൺ എന്ന് പറഞ്ഞ എഴുതാം. ഗിവൺ, വി ഹാവ് ഗിവൺ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ. വോൾട്ടേജ് തന്നിട്ടുണ്ട്. 10 വോൾട്ട് ആണ് തന്നിരിക്കുന്നത് അല്ലെ. 10 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. അതിന് നമുക്ക് വേറെ തന്നിരിക്കുന്നു. കറണ്ട് തന്നിട്ടുണ്ട് മക്കളെ. കറണ്ട് തന്നിട്ടുണ്ട്. I is equal to 5 ampere. I is equal to 5 ampere. പവറിന്റെ ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു? P is equal to I square R, P is equal to V square by R, P is equal to VI. ഇതിൽ ഏത് ഇക്വേഷൻ നമുക്ക് തിരഞ്ഞെടുക്കണം? നമുക്ക് നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണോ ഉള്ളത് അതിനനുസരിച്ച് തിരഞ്ഞെടുക്കുക. നമുക്ക് ഏതൊക്കെയുണ്ട്? വിയും ഐയും ഉണ്ട് നമ്മുടെ കയ്യിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഇതാണ്. സോ P is equal to VI. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ V വാല്യൂ എത്രയാണ്? 10 into I എത്രയാണ്? 5. 10 into 5 is equal to 50. And what is the unit of power? പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ് കേട്ടോ. വാട്ട്. നമ്മൾ അതിനെ W എന്നുകൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. സോ 50 വാട്ട്. പവറിന്റെ യൂണിറ്റ് എത്രയാണ്? 50 വാട്ട്. 50 വാട്ട് ആണ് നമ്മുടെ പവറിന്റെ യൂണിറ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ അപ്പൊ ഇത്രയുമാണ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഏതാണോ നമ്മുടെ ഇക്വേഷൻ അതിനനുസരിച്ച് അതിനനുയോജ്യമായ രീതിയിൽ നമ്മൾ തിരഞ്ഞെടുക്കുക, പ്രോബ്ലം ചെയ്യാം. സോ ദ യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്. വാട്ട് ആണ്. W എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. നമ്മുടെ ബൾബുകളിലേക്ക് നിങ്ങൾ നോക്കുക, ഒന്ന് തിരിഞ്ഞൊക്കെ നോക്കുക. അതിൽ 12 വാട്ട് നമുക്ക് കാണാൻ സാധിക്കും. 9 വാട്ട് എന്നൊക്കെ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ വെറും പഠിക്കുക, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്നൊന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ദ പവർ ഇസ് ഈക്വൽ ടു 50 വാട്ട് എന്ന് നമുക്ക് കിട്ടി. സോ ഇങ്ങനെ വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. സി, an electrical heater is connected to a battery. ഒരു ബാറ്ററി ആയിട്ട് എന്താണ്? ഇലക്ട്രിക്കൽ ഹീറ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. Of 5 watt potential difference. 5 watt potential difference-ല് ഒരു ബാറ്ററി കണക്ട് ചെയ്തിരിക്കുകയാണ്. The heater has a total resistor. The heater has a total resistor of 50 ohm. Okay, the heater has a total resistor of a 50 ohm. Find the power dissipated by a electric heater. Clear? Very simple question. നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് നമ്മൾക്ക് ആദ്യം എന്ത് ചെയ്യാം? എടുത്തെഴുതാം. ഓക്കെ, സോ ഗിവൺ
നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എടുത്തെഴുതാം. നമുക്ക് ആദ്യം എന്ത് തന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നു അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 5 volt. Okay, then heater has a total resistance, ആറ് തന്നിരിക്കുകയാണ്, total resistance of 50 ohm. 50 ohm തന്നിരിക്കുകയാണ്. Find the power dissipated by the electric heater. പവർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവർ എത്രയാണ്? ഓക്കെ, ഇവിടെയും നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഇക്വേഷൻ. P is equal to I square R. P is equal to V square by R. P is equal to VI. ഓക്കെ, നമ്മൾ ഏത് ഇക്വേഷൻ? നമുക്ക് വിയും ആറും ഉണ്ട് അല്ലെ. വിയും ആറുമുണ്ട്. വിയും ആറുമുള്ള ഇക്വേഷൻ ഏതാണ്? ദ സെക്കൻഡ് ഇക്വേഷൻ. നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുന്നു. സോ P is equal to V square by R. സംശയമൊന്നുമില്ലല്ലോ. വി എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? വി എന്ന് പറയുന്നത് 5 square by R is 50. So 5 square എന്ന് പറയുന്നത് 25 ആണ്. 25 by 50. 25 by 50 that is equal to 1/2. 1/2 അഥവാ 0.5 എന്ന് നമുക്ക് എഴുതാം അല്ലെ. 0.5 ohm. സോറി, ഓം അല്ല, സോറി, പവർ അല്ല. ഓക്കെ, that is equal to 0.5 watt. ഓക്കെ, പവർ എത്രയാണ്? 0.5 വാട്ട്. നമുക്ക് അവിടെ പോയിരിക്കുന്ന ഡിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന പവർ, ഇലക്ട്രിക് ഹീറ്ററിന്റെ പവർ എത്രയാണ്? 0.5 വാട്ട്. ഒരു സംശയമില്ലല്ലോ. V square by R ചെയ്യുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു. വെരി സിമ്പിൾ. 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. 2 മാർക്കിന് എന്തായാലും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 3 ഇക്വേഷൻസ് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ വാട്ട് എന്നുള്ള യൂണിറ്റ് ഇടാൻ മറന്നു പോകരുത്. സോ ദ പവർ 0.5 watt. ഓക്കെ, സോ ദിസ് ഇസ് ദ ഓക്കെ. വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ ഓൾസോ. നമുക്ക് ഒരു അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നോക്കാം. An electrical appliances is connected to a battery. ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. Due to which a current of 5 ampere flows through it. The appliances has a total resistor. Total resistance എത്രയുണ്ട്? 10 ohm ഉണ്ട്. Find the power dissipated by the appliance. നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് നമ്മൾ എടുത്തെഴുതുന്നു. വെരി സിമ്പിൾ. വാട്ട് ഇസ് ദ കറണ്ട്? നമുക്ക് ഇവിടെ കറണ്ട് തന്നിരിക്കുകയാണ്. I is equal to 5 ampere. Okay, then R is equal to 10 ohm. What is the power? Okay, very simple. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. P is equal to I square R. P is equal to V square by R and P is equal to VI. നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കണം? വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഐയും ആറും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഏത് ഇക്വേഷൻ നമുക്ക് എടുക്കാം? ദ ഫസ്റ്റ് ഇക്വേഷൻ അല്ലെ. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു P is equal to I square R. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 square into 10. That is equal to 5 square is 25. 5 square എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 into 10 എന്ന് പറയുന്നത് 250 ആണ്. So the power will be 250 watt. Okay, the power will be 250 watt. Very simple. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇക്വേഷൻ എടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വെരി സിമ്പിൾ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പവറിന്റെ കുറച്ച് ഇക്വേഷൻസ്. പവറിന്റെ ഇക്വേഷൻസ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ജൂൾസ് ലോ ഓർത്ത് വെക്കുക. അതിൽ നിന്ന് T ക്യാൻസൽ ആയി നമുക്ക് പവറിന്റെ ഇക്വേഷൻസ് ആയി. ഓക്കെ, സോ ദിസ് ഇസ് നമ്മുടെ 1 word ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാറുണ്ട്. സോ വാട്ട് ഇസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ പവർ? എന്താണ് ദ SI യൂണിറ്റ് ഓഫ് മെഷറിംഗ് ഇലക്ട്രിക് പവർ ഇസ് വാട്ട്? നമ്മൾ അതിനെ W എന്ന രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു.
Okay, the SI unit of power is watt. Okay, so നമ്മൾ W with the capital letter W ആയിട്ട് നമ്മൾ അത് denote ചെയ്യുന്നു. What are the uses of electrical energy? ഒരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂസ് എന്തൊക്കെയാണ്? എന്തൊക്കെ തരത്തിൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യാം? ഇലക്ട്രിക്കൽ എനർജി ഹാസ് എ വെറൈറ്റി ഓഫ് യൂസസ്. Some of the important uses of the electrical energy are electrical energy provide light energy. Electrical energy നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ലൈറ്റ് എനർജി ആക്കി മാറ്റാൻ പറ്റും. In a form of bulb, LEDs, അല്ലെ? നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. അത് എവിടെയൊക്കെ യൂസ് ചെയ്യാം? ബൾബ്, LED ആൻഡ് അതേഴ്സ്. ദെൻ ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ്സ് ഹീറ്റ് എനർജി. ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് ഹീറ്റ് എനർജി ആക്കി കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? ഇൻ എ ഫോം ഓഫ് ഹീറ്റർ, അല്ലെ? ഹീറ്ററിന്റെ രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. And others. Then electrical energy provides mechanical energy. Electrical energy ye namakku mechanical energy aaki convert cheyyam in a form of motors and others. Motor, fan, etc. മോട്ടോർ, ഫാൻ എന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ഫോം ചെയ്യാം. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. Into electrical energy is converted into light energy, sound energy, mechanical energy, then lots of type of energy, mechanical energy, then heat, light, sound, എല്ലാ തരത്തിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ യൂസുകൾ നമുക്ക് അവിടെ സാധിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ എനർജിയുടെ യൂസുകൾ ഉള്ളത്. സോ ദിസ് ഇസ് അവർ ചാപ്റ്റർ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടും നമുക്ക് കുറച്ച് കോൺസെപ്റ്റ് ഒക്കെ വേണ്ട ഒരു ചാപ്റ്റർ ആണ്. ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് തുടങ്ങി നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ജൂൾസ് ലോ, ആൻഡ് വെരി ഇമ്പോർട്ടന്റ് വൺ ഈസ് നമ്മുടെ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്. അതിൽ ഈക്വലന്റ് സർക്യൂട്ട് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓംസ് ലോ ഉപയോഗിച്ചൊരു ക്വസ്റ്റൻ ഉണ്ടാകും. സോ ആ ക്വസ്റ്റൻ ഉറപ്പിക്കുക. സീരീസ് ആൻഡ് പാരലലിന്റെ ഒരു ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ ഷുവർ ഷോർട്ട് ക്വസ്റ്റൻസ് ആണ്. സോ ആ കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ആൻഡ് ഓംസ് ലോ ഒക്കെ പഠിക്കുക. ആൻഡ് ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ആൻഡ് വെരി സിമ്പിൾ. കുറച്ച് കോൺസെപ്റ്റുകൾ നമുക്ക് അറിയാമെങ്കിൽ, കുറച്ച് ബേസുകൾ അറിയാമെങ്കിൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സോ സ്റ്റേ ട്യൂൺഡ്.